നമ്മൾ കുഞ്ഞുനാൾ മുതൽ കളിച്ച് വളർന്ന അമ്പല പ്രദേശങ്ങളുണ്ടാവുമല്ലോ, വീടിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ള അമ്പലങ്ങളിൽ ഉത്സവം വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. നമ്മൾ എന്തെല്ലാം സന്തോഷത്തോടെ അവിടെ പോകുന്നതും ഒക്കെ ഇങ്ങനെ ഓർമ്മ വരാറില്ലേ? അപ്പോൾ എൻ്റെ വീട്ടിനടുത്ത്, ഞാൻ ജനിച്ചു വളർന്ന വീട്ടിനടുത്തുള്ള ഒരു അമ്പലത്തിലെ ഉത്സവ ദിവസമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ അന്നദാനമൊക്കെ കഴിക്കാൻ പറ്റിയതിൽ ഭാഗ്യമായിട്ട് കരുതുകയാണ്. ഒരു നേരത്തെ ഒരു ഭക്ഷണം നമുക്ക് അമ്പലത്തിൽ നിന്ന് കഴിക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ കഴിക്കുന്നതിനെക്കാട്ടിയൊക്കെ വല്ലാത്തൊരു രുചി അതിന് തോന്നാറുണ്ട് അല്ലേ? അപ്പം ഇത് പൊങ്കൽ നിവേദ്യമാണേ. ഇത് മഞ്ഞ പൊങ്കൽ എന്നാണ് പറയുന്നത്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പച്ചരി, മഞ്ഞപ്പൊടി, പിന്നെ ചെറുപയർ പരിപ്പ്, കുരുമുളക്, തേങ്ങ, നെയ്യ്, അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ഇടാവുന്നതാണ്. ഇത് ഇത്രയും കൂടെ ചേർത്തുണ്ടാക്കുന്നുണ്ട്. കുരുമുളക് കുറച്ച് അധികം ഇടും കേട്ടോ. ഇതിട്ട് തയ്യാറാക്കുന്ന ഒരു നിവേദ്യമാണ് കേട്ടോ. ഇത് മാടൻ തമ്പുരാന് വേണ്ടിയിട്ടുള്ള നിവേദ്യമാണ്. നമ്മൾ ദേവിക്ക് കടും പായസവും ശർക്കര പായസവും പാൽ പായസമൊക്കെ ചെയ്യാറുള്ളത് പോലെ ഈ മാടൻ തമ്പുരാൻ എന്ന് പറയുന്ന ഒരു ഉപദേവന് നമ്മൾ സമർപ്പിക്കുന്ന ഒരു നിവേദ്യമാണിത്. സാധാരണ തെക്കൻ കേരളത്തിൽ ഇങ്ങോട്ട് തിരുവനന്തപുരം, കൊല്ലം ഈ ഭാഗത്തൊക്കെയാണ് ഈ പ്രതിഷ്ഠ കാണാറുള്ളത്. വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചാത്തൻ, ഗുളികൻ എന്നൊക്കെ ഉള്ള പ്രതിഷ്ഠകളാണ് കാണുന്നത്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മളിവിടങ്ങളിൽ ചാത്തനൊന്നും അങ്ങനെ ഉപദേവതകളായിട്ട് കാണാറില്ല. സാധാരണ കാണുന്നത്, അമ്പലങ്ങളിൽ കാണുന്നത് മാടൻ തമ്പുരാൻ തന്നെയാണ്. അപ്പോൾ ഇത് മാടൻ തമ്പുരാൻ എന്ന് പറയുന്നത് ശിവൻ്റെ പുത്രനായിട്ടാണ് അവിടെ പറയുന്നത്. ചില ആൾക്കാർ ശിവനാണെന്ന് പറയും. അപ്പോൾ ഈ ശിവൻ്റെ പുത്രനാണെന്നാണ് എനിക്കറിയാവുന്നുള്ളത്. അപ്പം ഭഗവാന് വേണ്ടിയിട്ടാണ് ഈ നിവേദ്യം തയ്യാറാക്കിയത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. നന്ദി.